കണ്ണൂരിൽ വീണ്ടും കർഷക ആത്മഹത്യ. പാത്തൻപാറ സ്വദേശി ജോസ് ഇടപ്പാറയ്ക്കലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൃഷി നശിച്ചതിൽ മനോവിഷമത്തിലായിരുന്നു. സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നുവെന്നും കുടുംബം പറയുന്നുണ്ട്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. സജോ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ കുടുംബമൊക്കെ പറയുന്നത് എന്താണ് സജോ? റിജിത്ത്, കർഷക അതിജീവനം പലപ്പോഴും വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നതിൻ്റെ ഒടുവിലത്തെ രക്തസാക്ഷിയാണ് കണ്ണൂർ ആലക്കോട് പാത്തമ്പാറ സ്വദേശിയായ ജോസ് ഇടപ്പാറയ്ക്കൽ. ഇന്ന് ഉച്ചയോടുകൂടിയാണ് അദ്ദേഹത്തെ വീടിന് സമീപത്തെ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബാംഗങ്ങൾ നേരത്തെ പോലീസ് സ്ഥലത്തെത്തുകയും കുടുംബാംഗങ്ങളുടെ പ്രാഥമികമായ ഒരു മൊഴി ശേഖരിക്കുകയും ചെയ്തു. അതിൽ പറയുന്നത് സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തുച്ഛമായ ഭൂമി മാത്രമേ ഉള്ളൂ. പക്ഷേ പാട്ടത്തിനെടുത്ത് വാഴക്കൃഷിയും അതുപോലുള്ള കൃഷികൾ ചെയ്യുന്ന ഒരു കർഷകനായിരുന്നു അദ്ദേഹം. ഏതാണ്ട് ഒരു 2500ഓളം വാഴകളുടെ ഒരു കൃഷി അദ്ദേഹത്തിന് സമീപകാലത്തുണ്ടായിരുന്നു. അത് പൂർണ്ണമായും നശിച്ചുപോയി. അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു വരുമാനവും കാര്യമായ അദ്ദേഹത്തിൻ്റെ അധ്വാനവും അതിന് മുടക്കിയ പണവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടം അദ്ദേഹം അനുഭവിച്ചിരുന്നു. ആ പ്രദേശത്ത് ഒരു സ്വയം സഹായ സംഘമുണ്ട്. ആ സംഘത്തിൽ നിന്ന് അദ്ദേഹം ഒരു തുക ലോണായി അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ ആ ലോൺ തുക അദ്ദേഹത്തിന് ലഭ്യമായതുമില്ല. അതോടുകൂടി അദ്ദേഹം വലിയ തോതിൽ സാമ്പത്തിക പ്രയാസത്തിലായി. ഇന്നുകൂടി ആ ലോൺ ലഭിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. പക്ഷേ അതുകൂടി കിട്ടാതെ വന്നതോടുകൂടി അദ്ദേഹം വലിയ തോതിൽ മനോവിഷമത്തിലായിരുന്നു. അതാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് കുടുംബാംഗങ്ങൾ പോലീസിന് നൽകിയ പ്രാഥമികമായ മൊഴി. മൃതദേഹം അവിടെ നിന്ന് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് മൃതദേഹം മാറ്റുകയും അത് പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. കണ്ണൂരിൽ മാത്രം ഇത് കഴിഞ്ഞ ഒരു 2 മാസത്തെ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 3ാമത്തെ കർഷക ആത്മഹത്യയാണ്. നേരത്തെ കൊളക്കാടും അയ്യൻകുന്നിലും 2 കർഷകർ വലിയ സാമ്പത്തിക ബാധ്യതയും വന്യമൃഗ ആക്രമണവും ഒക്കെ അതുപോലെയുള്ള മറ്റ് പ്രയാസങ്ങൾ, ലോൺ സാമ്പത്തിക ബാധ്യതയുടെ പ്രയാസങ്ങളൊക്കെ കൊണ്ട് ആത്മഹത്യ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. പക്ഷേ കർഷകരുടെ ഒരു സാമ്പത്തിക അവസ്ഥ പലപ്പോഴും വിളകൾക്ക് വരുമാനമില്ല. പ്രത്യേകിച്ച് ഇദ്ദേഹം ഇങ്ങനെയുള്ള ഹ്രസ്വകാല വിളകൾ കൃഷി ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തിന് തുച്ഛമായ ഭൂമി മാത്രമേ സ്വന്തമായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഹ്രസ്വകാല വിളകൾ, ആ കൃഷി വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടത്തിലേക്ക് പോയി. അതാണ് അദ്ദേഹത്തെ ഇത്തരം ഒരു കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കമന്റ് ബോക്സിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ ജോൺ ചെറിയാൻ സാലു എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നു, നവകേരള യാത്ര കണ്ണൂരിലെ കർഷകർക്ക് ആശ്വാസം കിട്ടിയില്ലേ എന്നുള്ള ചോദ്യമാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉയർത്തുന്നത്.